വലിയ പ്രതിഫലം കിട്ടുന്ന റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന മുത്തഖീങ്ങളിൽ സ്വാലിഹീങ്ങളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇന്ന് നിശ്ചയിക്കപ്പെട്ട വിഷയം വഴികേടിലേക്ക് ക്ഷണിക്കരുത് എന്നതാണ്. ഈ ലോകത്ത് പഴച്ച വഴികളാണ് ഏറ്റവും കൂടുതലുള്ളത്. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഫാത്തിഹയിലൂടെ സിറാത്തുൽ മുസ്തഖീം അതിനെ പരിചയപ്പെടുത്തി. സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് വഴിപഴച്ചു പോയവയെ പരിചയപ്പെടുത്തിയപ്പോൾ ഗൈറുൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ, അല്ലാഹുവിന്റെ ദേശത്തിന് കോപത്തിന് കാരണമായവരുടെ വഴിയും വഴി പിഴച്ചുപോയവരുടെ വഴിയും. അതിന്റെ വിശാലമായ വ്യാഖ്യാനത്തിൽ എല്ലാം മതപരമായി വഴിപിഴച്ചു പോകുന്നതും സാമൂഹ്യമായി വഴികേടിലായിത്തീരുന്നതും എല്ലാ തരത്തിലുള്ള പിഴവുകളും വഴികേടുകളും അതിൽ ഉൾപ്പെടും. പിഴവുകളും വഴികേടുകളുമാണ് ലോകത്ത് കൂടുതലുള്ളത്. നേരായ വഴി എന്നത് ഒന്ന് മാത്രമാണ്. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു തുഖ്രിജന്നാസ മിനദ്ദുലുമാത്തി ഇലന്നൂർ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ ലോകത്തേക്ക് പറഞ്ഞയച്ചത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ ലോകത്തേക്ക് പറഞ്ഞയച്ചത്, പരിശുദ്ധമായ ഖുർആൻ ഈ ലോകത്തേക്ക് വന്നത്, അതിന്റെ എല്ലാം ലക്ഷ്യം തുഖ്രിജന്നാസ മിനദ്ദുലുമാത്തി ഇലന്നൂർ, മനുഷ്യരെ ജനങ്ങളെ ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനാണ്. ലിതുഖ്രിജന്നാസ മിനദ്ദുലുമാത്ത്, ദുലുമാത്ത് എന്നത് ബഹുവചനമായി പറഞ്ഞു, നൂർ എന്നത് ഏകവചനമായി പറഞ്ഞു. വെളിച്ചത്തിന്റെ വഴി, നൂറിന്റെ വഴി ഒന്ന് മാത്രമേ ഉള്ളൂ. ദുലുമാത്തിന്റെ വഴി, വഴികേടുകളുടെ ഇരുട്ടുകളുടെ വഴി ധാരാളമുണ്ട്. വഴികേടുകളുടെയും വഴിപിഴവുകളുടെയും കൂരാക്കൂരിരുട്ടുകളിൽ നിന്ന് മനുഷ്യരെ പ്രകാശത്തിന്റെ വഴിയിലേക്ക്, ഹിദായത്തിന്റെ വഴിയിലേക്ക്, സിറാത്തുൽ മുസ്തഖീമിന്റെ മാർഗത്തിലേക്ക് നയിക്കാനാണ് മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നത്, അമ്പിയാക്കൾ വന്നത്, പരിശുദ്ധമായ ഖുർആൻ വന്നത്. അതുകൊണ്ട് വഴികേടുകളുടെ വഴിപ്പിഴവുകളുടെ ഏറ്റവും അടിസ്ഥാനപരമായ കാരണം എന്താണ്? അതാണ് ഒന്നാമതായി പരിശോധിക്കേണ്ടത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചില ഫിത്നകളിൽ നിന്ന് കാവൽ തേടിയിരുന്നു. ആ ഫിത്നകൾ ഈ ലോകവും പരലോകവും പരാജയപ്പെടാൻ കാരണമാകുന്ന ഫിത്നകൾ. ഫിത്നത്തു ശൈത്താൻ, ശൈത്താനിയത്തിന്റെ ഫിത്ന, പൈശാചികമായ ഫിത്ന. ഫിത്നത്തു ദജ്ജാൽ, ദജ്ജാലിന്റെ ഫിത്ന, ദജ്ജാലിയത്തിന്റെ ഫിത്ന. ഫിത്നത്തു ദുനിയ, ദുനിയാവ് എന്ന ഫിത്ന. ഫിത്നത്തു നിസാ, സ്ത്രീകൾ എന്ന ഫിത്ന. ഫിത്നത്തുൽ ഹവാ, ദേഹേച്ഛയുടെ ഫിത്ന. ഫിത്നത്തുൽ മാൽ, സമ്പത്ത് എന്ന ഫിത്ന. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെയുള്ള നിരവധി ഫിത്നകൾ ഭയപ്പെടാൻ, ഈ ലോകവും പരലോകവും പരാജയപ്പെടാൻ, മുഅ്മിനീങ്ങൾ വഴികേടിലായി പോകാൻ കാരണമാകുന്ന ഫിത്നകളെ പരിചയപ്പെടുത്തി. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അതിലെ ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഫിത്ന പൈശാചികമായ ശൈത്താനിയത്തിന്റെ ഫിത്നയാണ്. ഇന്നി ബുലീതു ബിഅർബഇൻ തർമീനനി ബിന്നബ്ലി ഖദ് നസബു അലയ്യ ശിറാകാ ഇബ്ലീസ വദ്ദുനിയാ വനഫ്സി വൽഹവാ മിൻ ഐന അർജു ബൈനഹുന്ന ഫികാകാ യാ റബ്ബി വഫ്ഖ്നി ലിഅഫ്വിക ഇന്നനി അസ്ബഹ്തു ലാ അർജു ലഹുന്ന സിവാകാ.
4 കാര്യങ്ങളെ കൊണ്ട്, 4 ഫിത്നകളെ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടവനാണ് ഞാൻ. ഇബ്ലീസ്, വദ്ദുനിയ വനഫ്സി വൽ ഹവാ. ഒന്ന് ഇബ്ലീസ്, മറ്റൊന്ന് ദുനിയാവ്, പിന്നെ ഒന്ന് എന്റെ ശരീരം, മറ്റൊന്ന് ദേഹേച്ഛ, ഹവ. അല്ലാഹുവേ, എങ്ങനെയാണ് ഞാൻ രക്ഷപ്പെടുക? നിന്റെ സഹായം കൊണ്ടല്ലാതെ. ആ ഫിത്നകളിലൂടെ അബദ്ധങ്ങളും വഴിപിഴവുകളും സംഭവിക്കുമ്പോൾ നിന്റെ അഫ്വ് കൊണ്ട്, മാപ്പ് കൊണ്ടല്ലാതെ ഞാൻ എങ്ങനെയാണ് രക്ഷപ്പെടുക എന്നതാണ് ചോദ്യം. മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പടച്ച റബ്ബ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്നെയാണ് പഴച്ചുപോയ വഴികൾ ഈ ദുനിയാവിൽ സംവിധാനിച്ചത്. നിരവധി വഴികേടുകൾ, നരകത്തിലേക്കുള്ള വഴികൾ ധാരാളം ഒരുക്കിയത് പടച്ച റബ്ബ് തന്നെയാണ്. ആ വഴികളിലേക്ക് വിളിക്കാനുള്ള പിശാചിനെയും നഫ്സിനെയും ദുനിയാവിനെയും ദേഹേച്ഛയെയും ഓരോ തരത്തിലുള്ള ഫിത്നകളെ, എതിരാളികളെ, ശത്രുക്കളെ നിശ്ചയിച്ചതും റബ്ബ് തന്നെയാണ്. ഈ ഫിത്നകളുടെ ലോകത്തേക്ക്, പരീക്ഷണത്തിന്റെ ലോകത്തേക്ക് പടച്ച റബ്ബ് നമ്മെ പറഞ്ഞയച്ചു. ഏതൊക്കെയാണ് വഴികേടുകൾ, ഏതൊക്കെയാണ് ഫിത്നകൾ എന്ന് തിരിച്ചറിയാനും ഉൾക്കൊള്ളേണ്ടത് ഉൾക്കൊള്ളാനും മാറ്റി നിർത്തേണ്ടത് മാറ്റി നിർത്താനും അതിനുള്ള ഏറ്റവും അത്ഭുതകരമായ വിവേകബുദ്ധി പടച്ച റബ്ബ് മനുഷ്യന് നൽകുകയും ചെയ്തു. കാണാനുള്ള കണ്ണും കേൾക്കാനുള്ള കാതും ചിന്തിക്കാനുള്ള മനസ്സും പടച്ച റബ്ബ് മറ്റുള്ള പടപ്പുകൾക്ക്, സൃഷ്ടികൾക്ക് നൽകാത്ത സൗകര്യങ്ങൾ നമുക്ക് തന്നു. ഈ കുറഞ്ഞ കാലം ഈ ഫിത്നകളുടെ ലോകത്ത് ഈ പരീക്ഷണത്തിൽ വിജയിച്ചാൽ ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. അല്ലാഹു വിജയികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി, നമ്മുടെ പൂർവ്വപിതാവ് സയ്യിദുനാ ആദം നബി അലൈഹിസ്സലാം, നമ്മുടെ മാതാവ് സയ്യിദത്തുനാ ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹാ, അവരെ സ്വർഗത്തിൽ തന്നെ വഞ്ചിച്ചു. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, വഖാസമഹുമാ ഇന്നി ലകുമാ ലമിനൻ നാസിഹീൻ ഫദല്ലാഹുമാ ബിഗുറൂർ. അവൻ സത്യം ചെയ്ത് പറഞ്ഞു. വഖാസമഹുമാ, ആദം നബി അലൈഹിസ്സലാമിനോട് ഹവ്വാ ബീവിയോട് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി സത്യം ചെയ്തു. അല്ലാഹുവിൽ ആണയിട്ടുകൊണ്ട് സത്യം ചെയ്തുകൊണ്ടാണ് പറഞ്ഞത്, ഇന്നി ലകുമാ ലമിനൻ നാസിഹീൻ, ഞാൻ നിങ്ങൾക്ക് നസീഹത്തുകാരനാണ്, ഞാൻ നിങ്ങൾക്ക് ഗുണദോഷിക്കുന്ന ആ ഗുണകാംക്ഷയുടെ ആളാണ്, നസീഹത്തിന്റെ ആളാ, നാസീങ്ങൾപ്പെട്ടവനാ, ഞാൻ നിങ്ങളെ വഞ്ചിക്കൂല, ചതിക്കൂല. വല്ലാഹി, സത്യം ചെയ്തു പറഞ്ഞു, അന്ന ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ഗറ സയ്യിദനാ ആദം അലൈഹിസ്സലാം ബിൽ യമീനിൽ കാദിബ. കള്ളസത്യം ചെയ്തിട്ടാണ് ആദം നബി അലൈഹിസ്സലാമിനെ പറ്റിച്ചത്. വകാന ആദം അലൈഹിസ്സലാം, ആദം നബി അലൈഹിസ്സലാം മഹാനവറുകൾ വിചാരിച്ചു, യظنു വയഅതഖിദു അന്ന അഹദൻ ലാ യഹ്രിഫു ബില്ലാഹി കാദിബ. ആദം നബി നബിയാണല്ലോ. ആദം നബി അലൈഹിസ്സലാം ധരിച്ച അല്ലാഹുവിൽ ഒരാൾ സത്യം ചെയ്ത് പറഞ്ഞാൽ പിന്നെ അതിൽ വഞ്ചന ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചു, എന്ന് വിശ്വസിച്ചു. അല്ലാഹുവിൽ ഒരാൾ സത്യം ചെയ്ത് പറഞ്ഞാൽ അവൻ കളവ് പറയൂലല്ലോ എന്നാണ് ആദം നബി അലൈഹിസ്സലാം ധരിച്ചത്, വിശ്വസിച്ചത്. പടച്ച റബ്ബിൽ സത്യം ചെയ്ത് ഞാൻ നിങ്ങളുടെ ഗുണകാംക്ഷയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ചതിച്ചു, വഞ്ചിച്ചു. അവ്വലു മൻ ഹലഫ ബില്ലാഹി കാദിബ, അല്ലാഹുവിൽ ആദ്യമായി കള്ളസത്യം ചെയ്തത് ഇബ്ലീസാണ് എന്ന് മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പടച്ച റബ്ബിന്റെ പടപ്പുകളിൽ അല്ലാഹനെ പൊഴിച്ച് സത്യം ചെയ്ത് കള്ളം പറഞ്ഞത്, കള്ളസത്യം ചെയ്തത് ഇബ്ലീസാണ്. അല്ലാഹുവിൽ കള്ളസത്യം ചെയ്യുന്നത് ഏറ്റവും വലിയ അപകടമാണ്. അത് ഇബ്ലീസിന്റെ വഴിയാണ്. രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ ആദം നബി അലൈഹിസ്സലാമിനെ പറ്റിച്ചു. മനുഷ്യരെ, ആദം നബി അലൈഹിസ്സലാമിന്റെ മക്കളെ മുഴുവൻ അവന് പറ്റിക്കുന്നു, ചതിച്ചുകൊണ്ടിരിക്കുന്നു. ആ ചതിയുടെ അവസാനം മഹാനായ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മഹാന്മാര് പറയുന്നു, അഖദ അഹ്ലുൻ നാരി ഫീ ലൗമി ഇബ്ലീസ് ഫയഖൂമു ഫീഹാ ഖതീബ. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി നാളെ നരകക്കാർക്കിടയിൽ ഒരു പ്രഭാഷകനായി വരും. നരകക്കാരെ
കോടിക്കണക്കിന് നരകക്കാരെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഇബ്ലീസിന്റെ ഒരു പ്രഭാഷണം നടക്കും. യൂളഉ ലഹു മിമ്പറുൻ ഫിന്നാരി മിനന്നാർ, നരകത്തിൽ തീ കൊണ്ടുള്ള ഒരു മിമ്പർ, തീ കൊണ്ടുള്ള നല്ല വലിയ ഒരു മിമ്പർ നരകത്തിൽ സ്ഥാപിക്കപ്പെടും. ആ മിമ്പറിൽ കയറി ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ഒരു പ്രസംഗം ചെയ്യും, ഒരു പ്രഭാഷണം ചെയ്യും. وقال الشيطان لما قضي الأمر إن الله وعدكم وعد الحق ووعدتكم فأخلفتكم وما كان لي عليكم من سلطان. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി സ്വർഗ്ഗക്കാര് സ്വർഗ്ഗത്തിലേക്കും നരകക്കാര് നരകത്തിലേക്കുമായി കഴിഞ്ഞാൽ ലമ്മാ ഖുദിയൽ അംർ, കാര്യങ്ങളൊക്കെ തീരുമാനിക്കപ്പെട്ട ആ അവസ്ഥയിൽ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി പ്രസംഗിക്കും, നരകക്കാരോട് പ്രസംഗിക്കും. ഇന്നല്ലാഹ വഅദക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് വാഗ്ദാനം ചെയ്തു. വഅദൽ ഹഖ്, ഹഖായ വാഗ്ദാനം. പിന്നെ വഅദതുക്കും, ഞാൻ നിങ്ങളോട് വാഗ്ദാനം ചെയ്തത്. ഫഅഖ്ലഫ്തുക്കും, ഞാൻ അതിനെ ലംഘിക്കുകയും ചെയ്തു. ഞാൻ നിങ്ങളെ പറ്റിച്ചു, ഞാൻ നിങ്ങളെ വഞ്ചിച്ചു. നരകക്കാരെ മുഴുവനും, അവരെ മുഴുവനും ഒരുമിച്ച് കൂട്ടിയിട്ട് അതും വലിയൊരു ശിക്ഷയാണ്. ആക്ഷേപത്തിന്റെ, വഷളത്തരത്തിന്റെ, തൗബീഖിന്റെ. കാരണം ഇവൻ ചതിച്ചത് അവൻ തന്നെ മുഖത്ത് നോക്കി ഇളിഭ്യരാക്കി നരകക്കാരെ വഷളാക്കുകയാണ്. അല്ല, നരകക്കാരെ അല്ലാഹു നിങ്ങളോട് വാഗ്ദാനം ചെയ്തു, ഹക്കായ വാഗ്ദാനം. ഞാൻ നിങ്ങളോട് വാഗ്ദാനം ചെയ്തു, ഞാനത് വാഗ്ദാനം ലംഘിക്കുകയും ചെയ്തു. വമാ കാന ലി അലൈക്കും മിൻ സുൽത്താൻ, നിങ്ങളുടെ മേൽ എനിക്ക് യാതൊരു അധികാരവുമില്ല. ഇല്ല അൻ ദഅഉതുക്കും, ഞാൻ നിങ്ങളെ വിളിച്ചു എന്നല്ലാതെ. ഞാൻ നിങ്ങളെ തമ്മാടിത്തരങ്ങളിലേക്ക്, മദ്യപാനത്തിലേക്ക്, വ്യഭിചാരത്തിലേക്ക്, കള്ളുകുടിയിലേക്ക്, കളവിലേക്ക്, മോഷണത്തിലേക്ക്, കളവ് പറയുന്നതിലേക്ക്, ഗീബത്ത് പറയുന്നതിലേക്ക്, പിടിച്ചുപറിയിലേക്ക്, കൊലപാതകത്തിലേക്ക്, തെറ്റുകുറ്റങ്ങളിലേക്ക് ഞാൻ നിങ്ങളെ വിളിച്ചു. അപ്പോൾ ഞാൻ അതൊക്കെ നിങ്ങൾക്ക് ഭംഗിയാക്കി കാണിച്ചു തന്നു. ഫസ്തജബതും ലി, നിങ്ങൾ എന്റെ കൂടെ വന്നു, നിങ്ങൾ എനിക്ക് അനുസരിച്ചു. ഫലാ തലൂമൂനി, അതുകൊണ്ട് എന്നെ നിങ്ങൾ ആക്ഷേപിക്കണ്ട. ഇപ്പൊ നരകത്തിന് ശിക്ഷ കിട്ടുമ്പോ, നരകത്തിൽ നിങ്ങൾ എത്തിയതിന്റെ പേരിൽ എന്നെ നിങ്ങൾ ആക്ഷേപിക്കണ്ട. അല്ലാഹു നിങ്ങളെ വിളിച്ചു, ഞാനും വിളിച്ചു. അല്ലാഹു നിങ്ങളെ വിളിച്ചു, ഹക്കായ വിളി. അല്ലാഹു വാഗ്ദാനം ചെയ്തു, ഹക്കായ വാഗ്ദാനം, സുഖലോക സ്വർഗത്തിന്റെ വാഗ്ദാനം. നിങ്ങൾ അല്ലാഹുവിന്റെ വിളിക്ക് ഉത്തരം ചെയ്തില്ല. ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തു, പക്ഷെ ഞാനത് ലംഘിച്ചു, അതിന്റെ സ്വഭാവ. പക്ഷെ നിങ്ങൾ എന്റെ വഴിക്കാണ് വന്നത്, നിങ്ങൾ എന്നെ അനുസരിച്ചു. അതുകൊണ്ട് നിങ്ങൾ വന്നതാണ്, നിങ്ങൾ അല്ലാഹുവിന്റെ വിളിക്ക് ഉത്തരം ചെയ്യാതെ എന്റെ കൂടെ വന്നതാ. ഫലാത്തലോ മുനി, എന്നെ ആക്ഷേപിക്കണ്ട. വലൂമു അംഫുസക്കും, നിങ്ങൾ നിങ്ങളെ തന്നെ ആക്ഷേപിച്ചാൽ മതി. മാ അന ബിമുസ്രിഖിക്കും വമാ അൻതും ബിമുസ്രിഖിയ ഇന്നി കഫർതു ബിമാ അശ്റക്തുമൂനി മിൻ ഖബൽ ഇന്നൽ-ളാലിമീന ലഹും അദാബുൻ അലീം. ഇബ്ലീസിന്റെ പ്രസംഗം രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. എല്ലാം കൈയൊഴിഞ്ഞ് നിങ്ങൾ അക്രമികളാണ്, ളാലിമീങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിച്ച്, ളാലിമീങ്ങൾക്ക് ഇതേപോലെ വേദനാജനകമായ ശിക്ഷയുണ്ട്. ഇബ്ലീസ് തന്നെ നരകത്തിൽ പ്രസംഗം ചെയ്യുമെന്ന് ഹബീബായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കട്ടെ. അല്ലേ, ഇബ്ലീസിന്റെ ഫിത്ന ഞാനത് വിശദീകരിക്കുന്നില്ല. കാരണം നമ്മൾ മുമ്പ് പലപ്പോഴും വളരെ വിശദമായി പിശാചും ഇബ്ലീസും അവന്റെ ദുർബോധനങ്ങളും ഒക്കെ ചർച്ച ചെയ്തതാണ്. രണ്ടാമത്തെ ഒരു ഫിത്ന, നമ്മെ വഴികേടിലേക്ക് കൊണ്ടുപോകുന്ന മറ്റൊരു ഫിത്ന, ഫിത്നത്തു ദുനിയ, ദുനിയാവ് എന്ന ഫിത്ന. ദുനിയാവ് മഹാനായ ഹുദൈഫത്ത് റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി പറഞ്ഞു, അൽ ഖംറു ജിമാഉൽ ഇസ്മ, എല്ലാ തെറ്റുകുറ്റങ്ങളിലേക്കും മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഏറ്റവും വലിയ തെറ്റാണ് മദ്യപാനം. വന്നിസാഉ ഹബാഇലു ശൈത്താൻ, സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ പിശാചിന്റെ കെണിവലകളാണ്. വഹുബ്ബുദ് ദുനിയ റഅസു കുല്ലി ഖതീഅ,
എല്ലാ വഴികേടിന്റെയും അതിന്റെ തല അത് ഹുബ്ബുദ്ദുനിയ, ദുനിയാവിനോടുള്ള ഹുബ്ബാണ് എന്ന് മഹാനായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ വഴികേടിന്റെയും അതിന്റെ തല, അതിന്റെ റഅസ്, അതിന്റെ ഹെഡ് ഹുബ്ബുദ്ദുനിയ, ദുനിയാവിനോടുള്ള ഹുബ്ബാണ് എല്ലാ വഴികേടിന്റെയും ഹെഡ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്ന ആദം, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മനുഷ്യനെ വിളിച്ചുകൊണ്ട് പറയുന്നു, മനുഷ്യ, അല്ലയോ മനുഷ്യ, തഫറഗ ലിഇബാദതി, എന്റെ ഇബാദത്തിലേക്ക് നീ ഒഴിഞ്ഞു വാ. മറ്റ് നിന്റെ എല്ലാം ഒഴിവാക്കി മറ്റുള്ള ആലോചനകൾ, മറ്റുള്ള താല്പര്യങ്ങൾ, മറ്റുള്ള ശ്രദ്ധകൾ അതെല്ലാം വെടിഞ്ഞ് എന്റെ ഇബാദത്തിലേക്ക് തനിച്ച് ഒഴിഞ്ഞുവാ. എന്നാൽ അംലൗ സദറക ഗിനാ, നിന്റെ ഹൃദയത്തിൽ ഞാൻ ഗിനാ നിറച്ചു തരാം, നിന്റെ ഹൃദയത്തിൽ ഐശ്വര്യം നിറച്ചു തരാം. പക്ഷെ എന്ത് വേണം? എന്റെ ഇബാദത്തിലേക്ക് നീ ഒഴിഞ്ഞുവാ. എനിക്ക് ഇബാദത്ത് ചെയ്യ് എന്നല്ല, മറ്റുള്ള ആലോചനകൾ, മറ്റുള്ള ബേജാറുകൾ, മറ്റുള്ള ടെൻഷനുകൾ, മറ്റുള്ള ആഗ്രഹങ്ങൾ, മറ്റുള്ള ഇച്ഛകൾ, താല്പര്യങ്ങൾ, വ്യാമോഹങ്ങൾ എല്ലാം ഒഴിവാക്കി എന്റെ ഇബാദത്തിലേക്ക് ഇങ്ങ് വാ. അങ്ങനെ വന്നാൽ അംലൗ സദറക ഗിനാ, നിന്റെ ഖൽബ് മുഴുവനും ഐശ്വര്യം കൊണ്ട്, ഗിന കൊണ്ട്, റാഹത്ത് കൊണ്ട്, സന്തോഷം കൊണ്ട് ഞാൻ അങ്ങ് നിറച്ചു തരാം. വഅസുദ്ദ ഫഖറക, നിന്റെ ദാരിദ്ര്യം ഞാൻ ഇല്ലാതാക്കി തരാം. വഇല്ലാത്തഫൽ, നീ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിലോ അംലഉ യദൈക ശുഗലാ, നിന്റെ മുന്നിൽ ഞാൻ ആകെ ജോലിയും തിരക്കും നിറച്ചു തരും. സമാധാനമല്ല, തിരക്ക്, വെപ്രാളം, ടെൻഷൻ, ആലോചന, ഇടങ്ങറ്, ബുദ്ധിമുട്ട്. വലം അസുദ്ദ ഫഖറക, നിന്റെ ദാരിദ്ര്യം തീരൂല്ല, നിന്റെ ആവശ്യം അവസാനിക്കൂല, നിന്റെ ഫഖർ അവസാനിക്കൂല. കാരണം നീ എന്നിൽ നിന്ന് അകന്നുപോയി, നിന്റെ വഴിക്ക് പോയി. അപ്പോൾ നിന്റെ മുന്നിൽ ഞാനാകെ വിഷമങ്ങളും ടെൻഷനുകളും ബേജാറുകളും വ്യാമോഹങ്ങളും വെപ്രാളങ്ങളും ദാരിദ്ര്യവും ആവശ്യങ്ങളും അങ്ങ് നിറച്ചു തരുമെന്ന് രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, അന്ന അബാ തൽഹത്തുൽ അൻസാരി, ബഹുമാനപ്പെട്ട അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു കാന യുസല്ലി ഫീ ഹായിത്തിൽ ലഹു, ബഹുമാനപ്പെട്ടവർക്ക് നല്ല വിശാലമായ ഒരു തോട്ടമുണ്ടായിരുന്നു. ആ തോട്ടത്തിൽ ജോലി ചെയ്യുന്നതിനിടയിൽ നിസ്കാരത്തിന്റെ സമയമായപ്പോൾ അവിടെ നിസ്കരിക്കുകയാണ്. ഫതാറ ദുബുസിയുൻ, അപ്പോൾ ഒരു കിളി, ഒരു പക്ഷി പറന്നു. എന്നിട്ട് ഫതഫിക യതറദ്ദദു, അതങ്ങനെ ചിറകടിച്ചത് വട്ടമിട്ട് പറന്നുകൊണ്ടിരിക്കുകയാണ്. വയൽതമിസു മഖ്റജൻ ഫലാ യജിദു, അവിടെ നിന്ന് പുറത്തു പോകാൻ, തോട്ടത്തിൽ നിന്ന് പുറത്തു പോകാനാണ് ശ്രമിക്കുന്നത്, പക്ഷെ അതിന് സാധിക്കുന്നില്ല. അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ടവരുടെ വിശാലമായ ഒരു തോട്ടത്തിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാണാൻ ചന്തമുള്ള ഒരു കിളി പറന്നു വന്നു. ആ കിളി വട്ടമിട്ട് പറക്കുകയാ, അത് ചിറകടിക്കുകയാ, അത് പുറത്തേക്ക് പോകാൻ ശ്രമിക്കുകയാ. ബഹുമാനപ്പെട്ട മഹാനായ അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു ഫഅജബ അബൂ തൽഹത ദാലിക്, ഈ കിളിയുടെ ആ പപ്രാളം, കിളി പറക്കുന്നതും കിളി വട്ടമിടുന്നതും ആ കിളിയുടെ ചന്തവുമെല്ലാം മനോഹരമായ കാണാൻ ഭംഗിയുള്ള ആ കിളി ഫതബിയു ബസറു സഅതൻ, കുറച്ച് സമയം നിസ്കാരത്തിനിടയിൽ ശ്രദ്ധ അങ്ങോട്ട് പോയി. ആ കിളിയെ നോക്കി, ആ കിളിയെ ശ്രദ്ധിച്ചു. സുമ്മ റജഅ ഇലാ സ്വലാത്തി, പിന്നെ ഇങ്ങോട്ട് നിസ്കാരത്തിലേക്ക് തന്നെ തിരിച്ചു വന്നു. നിസ്കാരത്തിൽ ഇത് കണ്ടപ്പോ ശ്രദ്ധ അങ്ങോട്ട് പോയി. പിന്നെ നിസ്കാരത്തിലേക്ക് തന്നെ മടങ്ങി വന്നു. പിന്നെയോ ഫൈദാ ഹുവ ലാ യദ്രി കം സല്ല, പിന്നെ ഇങ്ങനെ ആലോചിച്ചു നോക്കുമ്പോ എത്ര റക്അത്താ നിസ്കരിച്ചു ഓർമ്മല്ല, നിസ്കാരത്തിലെ ശ്രദ്ധ തെറ്റിപ്പോയി. ഫൈദാ ഹുവ ലാ യദ്രി കം സല്ല, എത്ര റക്അത്താ നിസ്കരിച്ചു, ഇത് പിന്നെ ഒരു അന്തം കിട്ടണില്ല. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ടവരെ, മഹാനവറുകൾ പറയാണ്, ഫഖാല ഫഖദ് അസാബത്നി ഫീ മാലി ഹാദാ ഫിത്ന, എന്റെ ഈ സമ്പത്ത് കൊണ്ട്, ദുനിയാവ് കൊണ്ട്, ഈ സമ്പത്ത് കൊണ്ട്, ഈ ദുനിയാവ് കൊണ്ടാണല്ലോ എനിക്ക് ഈ ഫിത്ന വന്നത്. എന്റെ നിസ്കാരം പഴിച്ചു, നിസ്കാരത്തിൽ അശ്രദ്ധനായി, നിസ്കാരത്തിന്റെ റക്അത്ത് പോലും മറന്നു. നേരെ പോയി ഫജാഅ ഇലാ റസൂലില്ലാഹ്, മുത്തുനബിയുടെ മുന്നിലേക്ക് ചെന്നു.
ഫദക്കറ ലഹു അല്ലദീ അസാബഹു ഫീ സ്വലാത്തി, നിസ്കാരത്തിൽ സംഭവിച്ച ഇങ്ങനെ ഉണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഹുവ സദഖത്തുൻ ഫളഅഹു ഹൈതു ശിഅത, മുത്ത് നബിയെ, എന്റെ ആ തോട്ടം ഞാനിതാ സദഖ ചെയ്തു. ഏത് വഴിക്കാണെങ്കിലും അത് നബിയെ അങ്ങേക്ക് കൈകാര്യം ചെയ്യാം. മുത്ത് നബിയെ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന വഴിക്കത് കൈകാര്യം ചെയ്തോ. വിശാലമായ സമൃദ്ധമായ ആ കാലഘട്ടത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ള മനോഹരമായ ആ തോട്ടം ബഹുമാനപ്പെട്ട അബൂ തല്ലത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു ഒരു നിസ്കാരത്തിൽ അശ്രദ്ധനായ കാരണത്താൽ, നിസ്കാരത്തിന്റെ റക്അത്തിന്റെ എണ്ണം മറന്ന കാരണത്താൽ, ഈ ദുനിയാവ് കാരണം എന്റെ സ്വത്ത് കാരണമാണല്ലോ എനിക്ക് അശ്രദ്ധ സംഭവിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട്, നബിയെ ഞാനിതാ സദഖ ചെയ്യുന്നു, അങ്ങ് ഉദ്ദേശിച്ച വഴിക്കത് ചെലവഴിച്ചോ നബിയെ എന്ന് ബഹുമാനപ്പെട്ട അബൂ തല്ലത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു. ചിന്തിക്കണം. അതാണ് മഹാന്മാർ. അവർ വഴികേടിലാക്കുന്ന, വഴിപഴച്ചു പോകുന്ന ഫിത്നകളെ ഭയപ്പെട്ടപ്പോൾ അവയെ ഒഴിവാക്കി. അല്ലാഹു തങ്ങൾ പറഞ്ഞു, ദുനിയാവ് വലിയ ഫിത്നയാണ്. മൻ അഹബ്ബ ദുനിയാവ് അളറ ബിആഖിറതി, ഒരാൾ ദുനിയാവിനെ ഇഷ്ടപ്പെട്ടാൽ അവൻ ആഖിറത്തിനെ വെറുത്തവനായി ആഖിറം അകന്നു പോകും. ഒരാൾ ദുനിയാവിനെ ഇഷ്ടപ്പെട്ടാൽ ആഖിറം തെറ്റിപ്പോകും. ഒമൻ അഹബ്ബ ആഖിറതഹു, ഒരാൾ ആഖിറത്തിനെയാണോ ഇഷ്ടപ്പെട്ടത് എന്നാൽ അളറ ബിദുനിയ, ദുനിയാവ് തെറ്റിപ്പോകും. അപ്പോൾ നിങ്ങൾ ഏതിനാണ് പ്രാധാന്യം നൽകുന്നത്? നിങ്ങൾ കാലാകാലം നിലനിൽക്കുന്ന ഫാസിറൂ മാ യബ്ഖാ അലാ മാ യഫ്നാ, നിങ്ങൾ കാലാകാലം ബാക്കിയാകുന്ന ആഖിറത്തിന് പ്രാധാന്യം കൊടുക്കാൻ, നശിച്ചു പോകുന്ന ദുനിയാവിന് പ്രാധാന്യം കൊടുക്കണ്ട. നശിച്ചു പോകുന്ന ദുനിയാവിനെ നിങ്ങൾ ഇഷ്ടപ്പെടണ്ട, കാലാകാലം നിലനിൽക്കുന്ന ആഖിറത്തിനെ ഇഷ്ടപ്പെട്ടോ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. മഹാന്മാര് പറയുന്നുണ്ട്, ദുനിയാവും ആഖിറവും എന്ന് പറഞ്ഞാല് ഒരു ഭർത്താവിനുള്ള രണ്ട് ഭാര്യമാരെ പോലെയാണ്. ഒരാൾക്കുള്ള രണ്ട് ഭാര്യമാര്, മഹ്മാ അറളീത ഇഹ്ദാഹുമാ സഖതൽ ഉഖറ, ഒരാളോട് കൂടുതൽ ഇഷ്ടം കാണിച്ചാൽ മറ്റോള് തെറ്റിപ്പോവും, അല്ലേ? ചക്കുളത്തിപ്പോരെന്ന് പറയല്ലോ. എന്നതുപോലെയാണ് ദുനിയാവും ആഖിറവും എന്ന്. വകകിഫതൈൽ മീസാൻ, ഒരു മീസാനിന്റെ ഒരു തുലാസിന്റെ രണ്ട് തട്ട് പോലെയാ. മഹ്മാ റജഹത് ഇഹ്ദാഹുമാ ഖഫത്തൽ ഉഖറ, ഒന്ന് താഴ്ന്നാൽ മറ്റേത് പൊന്തും. ദുനിയാവ് താഴ്ന്നാൽ ആഖിറം പൊന്തും, ആഖിറം താഴ്ന്നാൽ ദുനിയാവ് പൊന്തും. രണ്ടും ഒരുപോലെ നിൽക്കൂല. അത് ഒരു മീസാനിന്റെ ഒരു തുലാസിന്റെ രണ്ട് തട്ട് പോലെയാണ് ദുനിയാവും ആഖിറവും എന്ന്. വകൽ മശ്രിഖി വൽ മഗ്രിബ്, മശ്രിഖ് മഗ്രിബ് പോലെയാ. പടിഞ്ഞാറും കിഴക്കും രണ്ടും കൂട്ടിമുട്ടിക്കാൻ കഴിയൂല. പടിഞ്ഞാറ് പടിഞ്ഞാറാണ്, കിഴക്ക് കിഴക്കാണ്, രണ്ടും തമ്മിൽ യോജിപ്പിക്കാൻ കഴിയൂല. രണ്ടും രണ്ട് ദിക്കാണ്, രണ്ടും രണ്ട് റൂട്ടിലാണ്, രണ്ടും രണ്ട് തരത്തിലാണ്. അതുകൊണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൻ അനസ് റളിയല്ലാഹു അൻഹു മൻ കാനത്തിൽ ആഖിറത്തു, ഒരാൾക്ക് ആഖിറമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മൻ കാനത്തിൽ ആഖിറത്തു ഹമ്മഹു ജഅലല്ലാഹു ഗിനാഹു ഫീ ഖൽബി, ആഖിറമാണ് ഒരാളുടെ മനസ്സിലെങ്കിൽ, അതാണ് ആഖിറമാണ് ചിന്തയെങ്കിൽ, അവന്റെ ഖൽബിൽ അല്ലാഹു ഗിന കൊടുക്കും. വജമഅ അലൈഹി ശംലഹു, അവന്റെ എല്ലാ കാര്യങ്ങളും അല്ലാഹു ഏറ്റെടുക്കും. വാതതു ദുനിയാ വഹിയ റാഗിമ, ദുനിയാവ് അവനിലേക്ക് ഇങ്ങോട്ട് വരും. ആഖിറത്തിന് ഒരാൾ പ്രാധാന്യം കൊടുത്താൽ അവൻ ആവശ്യമുള്ള ദുനിയാവ് അവനെ തേടി വരും എന്ന് മഹാനായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒമൻ കാനത്തി ദുനിയാ ഹമ്മഹു, ഒരാൾ ദുനിയാവിനാണ് പ്രാധാന്യം കൊടുത്തതെങ്കിൽ ജഅലല്ലാഹു ഫഖറഹു ബൈന ഐനൈ, എപ്പോഴും അവന്റെ കണ്ണിന്റെ മുന്നിൽ തന്നെയാണ് ദാരിദ്ര്യം ഉണ്ടാവുക. ദാരിദ്ര്യം അല്ലാഹു സുബ്ഹാനഹു വതആല നീക്കൂല. വഫറഖ അലൈഹി ശംലു, അവന്റെ കാര്യങ്ങളൊക്കെ ഛിന്ന ഭിന്നമായി പോകും. അതുകൊണ്ട് തന്നെ ടെൻഷനും വേദനകളും ബേജാറുകളും ഉണ്ടാകും. വലം യഅതി മിനദ് ദുനിയാ ഇല്ലാ മാ ഖുദ്ദറ ലഹു, ദുനിയാവ് കണക്കാക്കിയ ദുനിയാവ് മാത്രമേ കിട്ടുള്ളൂ. ദുനിയാവിനെ ഇഷ്ടപ്പെട്ടു എന്നതുകൊണ്ട് ദുനിയാവ് കൂടുതൽ കിട്ടൂല. അല്ലാഹ് കണക്കാക്കിയ ദുനിയാവേ കിട്ടുകയുള്ളൂ. ഫലാ യുംസി ഇല്ലാ ഫഖീറ വലാ യുസ്ബിഹു ഇല്ലാ ഫഖീറ, അതുകൊണ്ട് തന്നെ നേരം വെളുത്താലും അവൻ ഫഖീറാണ്, വൈകുന്നേരമായാലും അവൻ ഫഖീറാണ്. ഫഖീർ എന്ന് പറഞ്ഞാൽ ആവശ്യക്കാരനാണ്, അല്ലേ? ഫഖീർ എന്ന് പറഞ്ഞാല് ചിലപ്പോൾ മുതലാളിമാരും ഫക്കീർമാരാവും. എങ്ങനെ? എപ്പോഴും ദുനിയാവ് ദുനിയാവ് ദുനിയാവ്.
അതന്നെ ആ ഒരു തേട്ടം, ഒരു ആഗ്രഹം, അപ്പോൾ അവൻ ഫക്കീറാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകിയിരിക്കട്ടെ. പിന്നെയോ മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു മറ്റൊരു ഫിത്ന, വളരെ പ്രധാനപ്പെട്ട ഒരു ഫിത്ന. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ് ഫിത്നത്തു തസ്വീഫ്. ഫിത്നത്തു തസ്വീഫ്, നല്ല കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ തന്നെ അത് പിന്നെ അത് നോക്കാം, അന്ന് ആലോചിക്കുക, കുറച്ചൊന്ന് കഴിയട്ടെ, കൊടുക്കാം, വരട്ടെ, അല്ലേ, നോക്കട്ടെ, ഇനിയുണ്ടല്ലോ ഇതന്നെ. ഇപ്പൊ റമദാനായി, നമുക്കൊന്ന് തൗബ ചെയ്യണ്ടേ? ഇനിയും സമയമുണ്ടല്ലോ, രണ്ടാമത്തെ പത്തുണ്ടല്ലോ, അവസാനത്തെ പത്തുണ്ടല്ലോ, ലൈലത്തുൽ ഖദ്റൊക്കെ വരണല്ലോ. ഖുർആൻ ഓതിയോ റമദാനായിട്ട്? ഇനിയും എത്ര ദിവസമുണ്ട്? തുടങ്ങിയ 4-5 ദിവസമായിട്ടല്ലേ ഉള്ളൂ, അല്ലേ? തറാവീഹ് നിസ്കരിച്ചോ? ഇനിയുണ്ടല്ലോ ദിവസം. ഇനി റമദാനാണ് കഴിഞ്ഞാൽ അപ്പോഴും സമാധാനമായി, ഇനിയിപ്പോ അടുത്ത കൊല്ലം വരുമല്ലോ റമദാൻ, അല്ലേ? ഇങ്ങനെ പിന്നെയാവാം. നമ്മളൊരു കാര്യത്തിന് ഒരു സദഖ ചെയ്യാൻ അവസരം കിട്ടി. നമ്മൾ പള്ളിപ്പണിയുടെ കാര്യം പറഞ്ഞു, 2 കൊല്ലായി എന്നൊക്കെ പറഞ്ഞു, അല്ലേ? പല ആളുകൾ കൊടുക്കൂലാച്ചിട്ടല്ല, ചെന്നാലും കൊടുക്കാം, ആയിക്കോട്ടെ, നോക്കുക, എല്ലാവരും കൊടുക്കട്ടെ, അവസാനം നമുക്ക് കൊടുക്കാം, അല്ലേ? ഈ ഒരു ചിന്ത, എല്ലാവരും കൊടുക്കട്ടെ, എന്നിട്ട് അവസാനം നമുക്ക് നോക്കാം. ഇപ്പൊ എല്ലാവരും കൊടുത്ത് ഇത്രയൊക്കെ ആയില്ലേ, അങ്ങനെ നോക്കാം, കൊടുക്കൂലാച്ചിട്ടല്ല, കൊടുക്കും. ഇങ്ങനെ ഈ തസ്വീഫ് അതൊരു ഫിത്നയാണ്. കാരണം പിന്നെ ചിലപ്പോൾ അതിന് അവസരം കിട്ടൂല. പിന്നെ നമ്മൾ മരിച്ചു പോയാലോ, അടുത്ത റമദാൻ കിട്ടുമെന്ന് വിചാരിച്ച് കാത്തിരുന്ന റമദാൻ കിട്ടിയില്ലെങ്കിലോ, ഏത് കാര്യവും പിന്നെ കിട്ടിയ അവസരത്തിന് അപ്പം അങ്ങോട്ട് ചെയ്യുക. അൽഹംദുലില്ലാ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ചെയ്താൽ പിന്നെ റാഹത്തായി. അതുകൊണ്ട് തസ്വീഫ് എന്നത് പിന്നെയാവാം, ശേഷമാവാം, പിന്നത്തേക്ക് നീട്ടിവെക്കുക, നീക്കിവെക്കുക. അത് മുഅ്മിനിനുള്ള ഏറ്റവും വലിയ വഴിപിഴച്ചു പോകാൻ, നഷ്ടങ്ങൾ സംഭവിക്കാൻ ഏറ്റവും കാരണമാകുന്ന ഒരു ഫിത്നയാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്നാദിമു യന്തദറു മിനല്ലാഹിർ റഹ്മ, ഖേദിക്കുന്നവൻ, തൗബ ചെയ്ത് ഖേദിക്കുന്നവൻ, പടച്ച റബ്ബിൽ നിന്ന് അവൻ പ്രതീക്ഷിക്കുന്നത് റബ്ബിന്റെ റഹ്മത്താണ്. എന്നാൽ വൽ മുഅ്ജബു യന്തദറു മിനല്ലാഹിൽ മഖത്ത്, ഉജ്ബുള്ളവൻ അവന് യാതൊരു ഖേദവുമില്ല. അവൻ ചെയ്ത കാര്യത്തിൽ തന്നെ വലിയ അഹന്തയും ഉജ്ബും ഉള്ളവനാണ്. അവൻ പടച്ച റബ്ബിന്റെ മഖത്ത്, കോപമാണ് അവൻ പ്രതീക്ഷിക്കുന്നത്. വഅലമു ഇബാദല്ലാഹ്, അല്ലാഹുവിന്റെ അടിമകളെ നിങ്ങൾ അറിയണം, അന്ന കുല്ല ആമിലിൻ സയഖ്ദമു അലാ അമലി വലാ യഖ്റുജു മിനദ് ദുനിയാ ഹത്താ യറാ ഹുസ്ന അമലി. അമൽ ചെയ്യുന്നവൻ, ഇബാദത്ത് ചെയ്യുന്നവൻ, അവൻ നല്ല കാര്യങ്ങൾ കാണാതെ ദുനിയാവെന്ന് പോകൂല. നല്ല കാര്യങ്ങൾ, നല്ല ഇബാദത്തുകൾ, അമൽ സ്വാലിഹാത്ത് ആര് ചെയ്യുകയാണോ അവൻ ദുനിയാവിൽ നിന്ന് മരിക്കുന്നതിന് മുമ്പ് തന്നെ അതിന്റെ ഗുണം അവൻ കാണും. വസു അമലി, ചീത്ത അമലാണോ അതും ദുനിയാവിൽ തന്നെ കാണും. വഇന്നമൽ അഅമാലു ബിഖവാതീമിഹാ, അമലുകൾ സ്വീകരിക്കപ്പെടുന്നത്, അമലുകൾ നന്നാകുന്നത് അത് അതിന്റെ അവസാനം കൊണ്ടാണ്. വല്ലൈലു വന്നഹാറു മതിയ്യതാനി, രാത്രിയും പകലുമൊക്കെ അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാ. രാവും പകലും അങ്ങനെ മാറി മാറി ദിവസങ്ങൾ അങ്ങനെ പോവുകയാ. ഈ രാവിലും പകലും നീ അങ്ങനെ യാത്രയാകുന്നത് ആഖിറത്തിലേക്കാണെന്ന് ഓർമ്മ വേണം. അതുകൊണ്ട് വഹദറു തസ്വീഫ്, തസ്വീഫിനെ നിങ്ങൾ സൂക്ഷിക്കണം, പേടിക്കണം. നാളെ പിന്നെ എന്ന് പറഞ്ഞ് നീട്ടി നീട്ടി കൊണ്ടുപോകുന്ന തസ്വീഫിനെ മുത്തുനബി പറഞ്ഞു വഹദറു തസ്വീഫ്. പിന്നെയാവാം. ഏതൊരു നല്ല കാര്യത്തിന് അവസരം കിട്ടിയാൽ, ഒരു ദിക്ർ ചൊല്ലാനോ, ഖുർആൻ ഓതാനോ, 2 റക്അത്ത് നിസ്കരിക്കാനോ, ഏതൊരു നല്ല കാര്യത്തിന് അവസരം കിട്ടിയാൽ ഉടനെ അത് ചെയ്യണം. കാരണം ഫഇന്നൽ മൗത യഅതി ബഗ്ത, മരണം പെട്ടെന്നാണ് വരിക, അല്ലേ? മരണം പെട്ടെന്നാണ് വരിക. അപ്പൊ നമ്മൾ മിനിഞ്ഞാന്നൊക്കെ ദ്വയർന്ന ഒരു സുഹൃത്ത്, ഒരു ചെറുപ്പക്കാരൻ, അപകടത്തിൽ പറ്റിയ ഒരു ചെറുപ്പക്കാരൻ ഇന്നലെ മരണപ്പെട്ടു. ഇന്നലെ ഖബറടക്കി. അല്ലാഹു കൈപ്പുറത്തുള്ള ഒരു കുട്ടി മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ, അല്ലേ? വാഹനത്തിൽ പോകുമ്പോ ഇത് അവസാനത്തെ യാത്രയാണെന്ന് ചിന്തിച്ചോ, അതറിഞ്ഞോ? ഓരോ മരണങ്ങൾ നമ്മൾ കാണുന്നു, പെട്ടെന്നുള്ള മരണങ്ങൾ കേൾക്കുന്നു, അറിയുന്നു. മരണം പെട്ടെന്നാണ് വരിക. അതൊക്കെ അവർക്ക് ബാധകമാണ്, മരിച്ചുപോയവർക്കാണ് എന്ന് ചിന്തിക്കരുത്. നമ്മളും ആ പട്ടികയിൽ പെടും. എപ്പോഴാ എങ്ങനെയെന്ന് പറയാൻ കഴിയില്ല. പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നയാള് മരിക്കുന്നു, വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നവർ
വാഹന അപകടത്തിൽ പെടാതെ മരിക്കുന്നു. അല്ലേ? എങ്ങനെയൊക്കെ മരണം സംഭവിക്കുന്നു? വിമാനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന പൈലറ്റ് ഇരുന്ന ഇരുത്തത്തിൽ മരിച്ചു. പിന്നെ മറ്റേ സഹപൈലറ്റ് വണ്ടി ഓടിച്ച് ലാൻഡ് ചെയ്തു. ഡോക്ടർ രോഗിയെ പരിശോധിക്കുമ്പോൾ മരിച്ചു. എത്ര മരണങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. നടന്നു പോകുമ്പോൾ മരിക്കുക, കിടന്നുറങ്ങിയപ്പോൾ മരിച്ചു പോവുക, കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരിക്കുക, ജോലി ചെയ്യുമ്പോൾ മരിക്കുക, ഇങ്ങനെ പെട്ടെന്നുള്ള മരണങ്ങൾ വരുന്നു. നമ്മളൊക്കെ ഒരു കുതിരത്തിൽ അങ്ങനെ പോകല്ലേ, എപ്പോഴത് അവസാനിക്ക് പറയാൻ കഴിയില്ല. സെക്കൻഡ് പടച്ചറബ് പിടിച്ചാൽ, അസ്രായിൽ അലൈഹിസ്സലാം നമ്മുടെ റൂഹിൽ കൈവച്ചാൽ ഒരു സെക്കൻഡ് ഒരു വാക്ക് പറയാൻ പോലും പിന്നെ അവിടെ അവസരം കിട്ടൂല. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് നമ്മളങ്ങനെ മനസ്സിൽ വിചാരിച്ചിരുന്നു, അല്ലേ? കൊടുക്കണമെന്ന് മനസ്സിൽ വിചാരിച്ചിരുന്നു. ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല, ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു കൊടുക്കാൻ അവസരമുണ്ട്, സമ്പത്തുണ്ട്, പക്ഷെ അത് കൊടുത്തില്ല. അതെങ്ങനെ പിന്നാലും നോക്ക, പിന്നെ ആവട്ടെ, നീക്കി വെച്ചു. ഖുർആൻ ഓതാൻ സമയവും കിട്ടി, അവസരം കിട്ടി, അപ്പോഴും പിന്നെ അങ്ങോട്ട് ഇനിയിപ്പോ നാളെ ആവാം, ഇങ്ങനെ നാളെയൊക്കെ നാളെ എന്ന് പറഞ്ഞുള്ള തസ്വീഫ്, അത് മുഅ്മിനിന്റെ ഏറ്റവും വലിയ ഫിത്നയാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫിത്നത്തു തആം, ഭക്ഷണം നിങ്ങളെ വഴിവഴപ്പിക്കുന്ന, വഴികേടിലാക്കുന്ന മറ്റൊരു ഫിത്നയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഭക്ഷണം ഫിത്നത്തു തആം. മഹാന്മാര് തത്വജ്ഞാനികളായ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഒരു മഹാൻ രേഖപ്പെടുത്തിയതാണ്, മൻ കസുറ അക്ലുഹു കസുറ ശുറുബു, തീറ്റ കൂടിയാൽ കുടി കൂടും. അല്ലേ? ഭക്ഷണം കൂടുതൽ കഴിച്ചാൽ അപ്പൊ ദാഹം കൂടും. ഭക്ഷണവും വെള്ളവും രണ്ടും, വമൻ കസുറ ശുറുബു കസുറ നൗമു, അപ്പൊ ഉറക്കം കൂടും, ഉറക്കം വരും. വമൻ കസുറ നൗമു, ഉറക്കം കൂടിയാലോ അപ്പോൾ ശരീരത്തിലുള്ള ദുർമേധസ്, ശരീരത്തിലുള്ള അനാവശ്യമായ പല വസ്തുക്കളും അതിന് വർധനവുണ്ടാകും. ആ ദുർമേധസ്സും അനാവശ്യ വസ്തുക്കളും ഒക്കെ വർദ്ധിച്ചാൽ ഖസാ ഖൽബു, അത് ഖൽബ് കട്ടിയാവാൻ കാരണമാകും. ഖൽബ് കട്ടിയായാൽ വമൻ ഖസാ ഖൽബു ഗരിഖ ഫിൽ ആസാം, കുറ്റങ്ങളിൽ തെറ്റുകളിൽ അവൻ വീണുപോകും. ഭക്ഷണം കൂടുന്നത് ഉറക്കം കൂടാൻ കാരണമാകും. ഭക്ഷണവും ഉറക്കവും കൂടുന്നത് അത് ശരീരം തന്നെ നമുക്ക് വഴിപ്പെടാത്ത അവസ്ഥയിലേക്ക് വരും. ആ അവസ്ഥയിലേക്ക് വരുമ്പോൾ അത് ഖൽബ് കട്ടിയാകാൻ കാരണമാകും. ഖൽബ് കട്ടിയായി കഴിഞ്ഞാൽ അവൻ പാപങ്ങളിൽ വീണുപോകും എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കട്ടെ. യുമീതു ത്വആമുൽ ഖൽബ ഇൻ സാദ കസറതൻ കസറഇൻ ഇദാ ബിൽ മാഇ ഖസാദ സഖയുഹു വഇന്നാ ലബീബൻ യർതളീ നഖസ അഖ്ലിഹി ബിഅഖലി ലുഖൈമാത്തിൻ ലഖദ് ളല്ല സഅയുഹു. യുമീതു ത്വആമുൽ ഖൽബ, ഖൽബിനെ മരിപ്പിക്കുന്ന ഏറ്റവും വലിയ ഫിത്നയാണ് ഭക്ഷണം. യുമീതു ത്വആമുൽ ഖൽബ, ഭക്ഷണം ഖൽബിനെ മരിപ്പിക്കും. ഇൻസാദ കസറതന, അധികമായാൽ, അത് അധികമായാൽ ഏതുപോലെ കസറഇൻ ഇദാ ബിൽ മാഇ കസാദ സഖയുഹു, കൃഷി വെള്ളം കൂടിയാൽ അത് നശിച്ചു പോവും. അല്ലേ? കൃഷിക്ക് വെള്ളം വേണം, പാകത്തിന്, ആവശ്യത്തിന്. എന്നാ വെള്ളം കണ്ട് പേമാരിയായി മഴ പെയ്ത് വെള്ളപ്പൊക്കം ഉണ്ടായാലോ കൃഷി മുഴുവൻ നശിച്ചു പോവും. അല്ലേ? വെള്ളപ്പൊക്കം ഉണ്ടായി, കോടിക്കണക്കിന് ഉറുപ്പയുടെ കൃഷി നശിച്ചു എന്നൊക്കെ നമ്മൾ പത്രത്തിൽ വായിക്കും. എന്നാ വെള്ളം കൃഷിക്ക് ആവശ്യമല്ലേ? ആവശ്യമാണ്. അമിതമായപ്പോൾ കൃഷി നശിച്ചു. ഭക്ഷണവും ആവശ്യമാണ്, ശരീരത്തിനും ഖൽബിനും ഒക്കെ ആവശ്യം. പക്ഷെ അമിതമായപ്പോൾ അത് ഖൽബിനെ മരിപ്പിക്കാൻ കാരണമായി. ബുദ്ധിയുള്ളയാളെ അവൻ കുറച്ച് ഭക്ഷിക്കുന്നവനാണ് എന്ന്. ബിഅഖലി ലുഖൈമാത്ത്, കുറഞ്ഞ ഭക്ഷണപ്പിടികളെ കൊണ്ട് തൃപ്തിപ്പെടുന്നവനാണ് ബുദ്ധിയുള്ളവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. നോക്ക് മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ്, ഇമാം ബുഖാരി തങ്ങളും ഇമാം മുസ്ലിം തങ്ങളും റിപ്പോർട്ട് ചെയ്ത ഹദീസ്, അൽ മുഅ്മിനു യഅകുലു ഫീ മിഅൻ വാഹിദ്, മുഅ്മിൻ ഒരു വയറിലാണ് ഭക്ഷിക്കുന്നത്, ഒരു ആമാശയത്തിലാണ്, ഒരു വയറിലാണ് മുഅ്മിൻ ഭക്ഷിക്കുന്നത്. എന്നാൽ വൽ മുനാഫിഖു യഅകുലു ഫീ സബഅത്തി അംആ, കപടവിശ്വാസി മുനാഫിഖ് 7 വയറിലാണ് ഭക്ഷിക്കുന്നത് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം.
രണ്ട് വ്യാഖ്യാനം മഹാന്മാര് പറഞ്ഞു. ഒന്ന്, അതായത് മുനാഫിഖാണെങ്കിൽ അവൻ യഅ്കുലു സബഅത അദ്ആഫി മാ യഅ്കുലുൽ മുഅ്മിൻ, ഒരു മുഅ്മിൻ ഭക്ഷിക്കുന്നതിന്റെ 7 ഇരട്ടി അവൻ ഭക്ഷിക്കും എന്ന്. മുഅ്മിൻ ഭക്ഷിക്കുന്നതിന്റെ 7 ഇരട്ടി അവൻ ഭക്ഷിക്കും. എങ്ങനെ? ശ്രദ്ധിക്കണം. നമ്മൾ ഒരു മുഅ്മിന് എത്രയാണോ ഭക്ഷണം ആവശ്യം, അല്ലേ? ഒരു മുഅ്മിന് ഇപ്പൊ നമ്മൾ സാധാരണ നമ്മളൊരു 5 പത്തിരി തിന്നാന്ന് സങ്കല്പിക്കുക. ഒരു 5 പത്തിരിയാണ് ഒരു മുഅ്മിൻ തിന്നുന്നത്. അപ്പൊ അതിന്റെ 7 ഇരട്ടി മുനാഫിക്കിന്റെ തീറ്റ അപ്പോൾ 35 പത്തിരിയാവും. അല്ല, ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. 35 പത്തിരി തിന്നാണ് മുനാഫിക്കാന്ന് മൊയിലിൽ പറഞ്ഞെന്ന് പറയണ്ട, അതിനുവേണ്ടി പറഞ്ഞതല്ല. അല്ല, സാധാരണ 5 പത്തിരൊക്കെ തിന്നാൽ തന്നെ അത്യാവശ്യം ഉണ്ടാവും, അല്ലേ? ഇനിയിപ്പോ ഒരു അത്യാവശ്യം അമിതമായെന്ന് പറയാത്ത രൂപത്തില് ഒരു മുഅ്മിനിന് അവന്റെ തടി നിലനിൽക്കാൻ, അവന് ഇബാദത്ത് ചെയ്യാനുള്ള ശക്തി കിട്ടാനാണ് ആവശ്യമായ ഭക്ഷണം വേണ്ടത്. എന്നാലോ മുനാഫിക്കാണെങ്കിലും തിന്നാ മതിയാക്കൂല, തിന്നെ അന്തം വിട്ടു, അല്ലേ? നമ്മളിങ്ങനെ ചിലപ്പോൾ മാർക്കൊക്കെ കൊടുക്കും. ഗിന്നസ് ബുക്കിലൊക്കെ പേര് വന്നു. തീറ്റ മത്സരം നടത്തി ഓണായിട്ട്, എന്നിട്ട് അതിൽ 10 മാർക്ക് കിട്ടി. ഓൻ നാട്ടിലെ വലിയ അറിയപ്പെട്ട ആളായി. ഓൻ ആരാ ഇതറിയില്ലേ? തീറ്റ മത്സരത്തിൽ കേരളത്തിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയോനാ. ഓൻ വലിയ മഹാനായി. ഇതാണ് നമ്മുടെ നിലപാട്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. മുത്തുനബി പറഞ്ഞു, ഒരു മുഅ്മിനിന് ആവശ്യമായ ഭക്ഷണം അതിന്റെ 7 ഇരട്ടി തിന്നുന്നവനാ മുനാഫിഖ് എന്ന്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തു രക്ഷിക്കട്ടെ. മറ്റൊരു വ്യാഖ്യാനം ഔ തകൂനു ശഹവതുഹു സബഅത അദ്ആഫി ശഹവതിഹി, മുനാഫിഖിന്റെ ഭക്ഷണത്തിനോടുള്ള ആർത്തി അത് മുഅ്മിനിന്റെ ആർത്തിയേക്കാൾ 7 ഇരട്ടിയാവുന്നു. എങ്ങനെ? മുഅ്മിനിന് ഭക്ഷണത്തോടുള്ളൊരു ആർത്തി, ഈ ആർത്തിയുടെ 7 ഇരട്ടി ആർത്തിയാവും മുനാഫിഖിന്റെ ഭക്ഷണത്തിനോടുള്ള ആർത്തി. മുഅ്മിൻ ഭക്ഷിക്കുന്നത് 1 വയറിലാണെങ്കിൽ മുനാഫിഖ് ഭക്ഷിക്കുന്നത് 7 വയറിലാണ് എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ പ്രധാനപ്പെട്ട ഒരു വ്യാഖ്യാനം, ഭക്ഷണത്തോടുള്ള കൊതി, ആർത്തി, ആഗ്രഹം മുഅ്മിനിനുള്ളതിനേക്കാൾ 7 ഇരട്ടി ആർത്തി കൊതി. ചില ആളുകൾക്ക് ഭക്ഷണം കണ്ടാൽ, അല്ലേ, കണ്ണും മൂക്കും അല്ല, അത് മുഅ്മിന്റെ സ്വഭാവമല്ല. അവിടെ ക്ഷമ ഉണ്ടാവണം. നമുക്ക് അള്ളാഹ് കണക്കാക്കിയതാണ് കിട്ടും. പിന്നെ അവിടെ ഉന്തി തിരക്കി കല്യാണത്തിനോ നോമ്പ് തുറക്കോ സൽക്കാരത്തിനോ എവിടെ പോയാലും മുഅ്മിനൊരു അദബ് ഉണ്ടാവണം, ഒരു അച്ചടക്കം ഉണ്ടാവണം, അല്ലേ? നമ്മൾ ചിന്തിക്കണം, ഇത് മുനാഫിഖിന്റെ സ്വഭാവമാണ്. ഏത് രണ്ടും? ഭക്ഷണത്തോട് അമിതമായ ആർത്തി കാണിക്കുന്നതും മുനാഫിഖിന്റെ സ്വഭാവമാണ്, അമിതമായി ഭക്ഷിക്കുന്നത് മുനാഫിഖിന്റെ സ്വഭാവമാണ്. രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. ബഹുമാനപ്പെട്ട ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു തന്റെ മകനോട് പറഞ്ഞു, യാ ബുനയ്യ, പൊന്നുമോനെ, ഇദാ മുലിഅത്തിൽ മഅദത്തു നാമത്തിൽ ഫിക്റ, നിന്റെ വയറ് നിറഞ്ഞാൽ നിന്റെ ചിന്ത ഉറങ്ങിപ്പോകും, ആലോചന നഷ്ടപ്പെട്ടു പോകും, അത് ഉറങ്ങിപ്പോകും. വഖസറത്തിൽ ഹിക്മ, നിന്റെ തന്ത്രങ്ങൾ, നിന്റെ തത്വജ്ഞാനങ്ങൾ അതൊക്കെ നശിച്ചു പോകും. വഖഅദത്തിൽ അഅ്ളാഉ അനിൽ ഇബാദ, ഇബാദത്തിനെ തൊട്ട് നിന്റെ അവയവങ്ങളൊക്കെ ക്ഷീണിച്ച് ഇരുന്നു പോകും. അതുകൊണ്ട് അമിതമായി ഭക്ഷണം കഴിക്കരുത് എന്ന് ബഹുമാനപ്പെട്ട മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു മഹാന്മാരെ പിന്നെയും പഠിപ്പിക്കുന്നു. നമ്മുടെ പലതരത്തിലുള്ള ഫിത്നകൾ രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. മറ്റൊരു പ്രധാനപ്പെട്ട ഫിത്നയാണ് ഫിത്നത്തുൻ നിസാ, പെണ്ണ് എന്ന ഫിത്ന. മഹാനായ സയ്യിദുനാ ദാവൂദ് നബി അലൈഹിസ്സലാം പറഞ്ഞു തന്റെ മകനോട്, യാ ബുനയ്യ, പൊന്നുമോനെ, ഇംശി ഖൽഫൽ അസദി വൽ അസ്വദ്, നീ സിംഹത്തിന്റെയോ കൊടും വിഷമുള്ള പാമ്പിന്റെയോ പിന്നാലെ പോയാലും വിരോധമല്ല. പക്ഷേ വലാ തംശി ഖൽഫൽ മർഅ, ഒരു പെണ്ണിന്റെ പിന്നാലെ നീ പോകരുതേ. ദാവൂദ് നബി അലൈഹിസ്സലാം മകനോട് വസിയത്ത് ചെയ്തതാ. മോനെ, നിന്നെ കണ്ടാൽ കടിച്ചു കീറുന്ന നശിപ്പിക്കുന്ന സിംഹത്തിന്റെ പുറകെ പോയാലും വിരോധമല്ല, നീ പോയിക്കോ. വിഷം ചീറ്റിയാൽ നീ തളർന്നു പോകുന്ന, മരിച്ചു പോകുന്ന കൊടും വിഷമുള്ള പാമ്പിന്റെ പുറകെ ഇംശി ഖൽഫൽ അസദി വൽ അസ്വദ്, നീ പോയിക്കോ, വിരോധമല്ല. പക്ഷേ വലാ തംശി ഖൽഫൽ മർഅ, ഒരു പെണ്ണിന്റെ പുറകെ പോയാൽ അത് ഏറ്റവും വലിയ അപകടമാണ്, വലിയ ഫിത്നയാണ്. മഹാനായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇത്തഖൂ ഫിത്നത്തുദ് ദുനിയാ, ദുനിയാവിന്റെ ഫിത്നയെ നിങ്ങൾ സൂക്ഷിക്കണം. വഫിത്നത്തുൻ നിസാ, പെണ്ണുങ്ങളുടെ സ്ത്രീകളുടെ ഫിത്നയെ നിങ്ങൾ സൂക്ഷിക്കണം. ഫഇന്ന അവ്വല ഫിത്നത്തി ബനി ഇസ്രായീൽ, ബനു ഇസ്രായേലുകൾ
1,00,000 നബിമാര് ബനൂ ഇസ്രായേലികളിലേക്ക് വന്നിട്ടുണ്ട്. 1,24,000 നബിമാരിൽ 1,00,000 നബിമാര് വന്നതും ബനൂ ഇസ്രായേലികളിലേക്കാണ്. എന്നിട്ടും ബനൂ ഇസ്രായേലികൾ പഴച്ചുപോയി. അവർ പഴച്ചുപോയ ഫിത്നയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം മുത്തനബി പറഞ്ഞു, ഇന്ന അവ്വല ഫിത്നത്തി ബനീ ഇസ്രായേൽ കാനത്ത് ഫീ ഫിത്നത്തിൻ നിസാ. പെണ്ണ് എന്ന ഫിത്നയാണ്, പെണ്ണാണ് അവരെ പഴപ്പിച്ചത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന ശൈത്താന യഖൂലു ലിൽ മർഅ. എവിടെയും അന്ന് തുടങ്ങിയതാ. ആദം നബി അലൈഹിസ്സലാമിനെ ആദ്യം പിടിച്ചപ്പോൾ കിട്ടിയില്ല, പിന്നെ ഹവ്വാ ബീവിയെ പിടിച്ചു. പിന്നെ ആ ഹവ്വാ ബീവിയിലൂടെയാണ് പിന്നെ ആദം നബി അലൈഹിസ്സലാമിനെ പിടിച്ചത്. ഹബായിലു ശൈത്താൻ, ശൈത്താന്റെ കെണിവലകളാണ് സ്ത്രീകൾ എന്ന് മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ശൈത്താൻ പറയും പെണ്ണിനോട്, അന്തി നിസ്ഫു ജുന്ദി, പെണ്ണുങ്ങളെ എന്റെ പട്ടാളത്തിന്റെ പകുതി നിങ്ങളാണ്. പിശാചിന്റെ ജുനൂദ്, പിശാചിന്റെ അനുയായികൾ, പിശാചിന്റെ പട്ടാളക്കാര് ശൈത്താന്മാര് അല്ലേ? ഓരോ ശൈത്താന്മാര്. കടലിലാണ് ശൈത്താന്മാരുടെ ഏറ്റവും വലിയ ആവാസ കേന്ദ്രമെന്നും ശൈത്താന്റെ പട്ടാളത്തിന്റെ കേന്ദ്രം, പട്ടാള ക്യാമ്പ് കടലാണ് എന്നും മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ശൈത്താൻ പറഞ്ഞു എന്റെ പട്ടാളത്തിന്റെ പകുതി സ്ത്രീകളാണ് എന്ന്. കാരണം ഏത് ആളെയും പഴപ്പിക്കാൻ പറ്റിയ വഴിയാ. ചരിത്രം പരിശോധിച്ചാൽ അറിയാം, വലിയ വലിയ മഹാന്മാരായ ആളുകളെ പോലും ശൈത്താൻ പഴപ്പിച്ചത് പെണ്ണിലൂടെയാണ്, സ്ത്രീകളിലൂടെയാണ്. വ്യഭിചാരം, പെണ്ണ്. രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. ഇപ്പോഴും നമ്മൾ ഭയപ്പെടേണ്ട വലിയൊരു ഫിത്നയാണല്ലോ. മറ്റൊരു ഫിത്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫിത്നത്തുൽ മാൽ, സമ്പത്ത് എന്ന ഫിത്ന. ലികുല്ലി ഉമ്മത്തിൻ ഫിത്ന, എല്ലാ ഉമ്മത്തിനും ഫിത്ന ഉണ്ട്. വഫിത്നത്തു ഉമ്മത്തി അൽ മാൽ, എന്റെ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ ഫിത്ന അത് സമ്പത്താണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ഒരുപാട് ഫിത്നകൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. പിന്നെ അവസാന കാലത്ത് വരുന്ന ഒരുപാട് ഫിത്നകൾ, അവസാന ഖിയാമത്ത് നാളിനോട് അടുത്തു വരുന്ന ഒരുപാട് ഫിത്നകൾ. അത് വിശദീകരിക്കുന്നില്ല, സമയം നമുക്ക് വളരെ പരിമിതമാണ്. ഒരുപാട് ഫിത്നകൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ബാദിറൂ ബിൽ അമാൽ, നിങ്ങളെ അമലുകളെ കൊണ്ട് ധൃതി കാണിക്കണം. കാരണം എന്താണ്? ഫിത്തനൻ ഖിതഇൽ ലൈലിൽ മുദ്ലിം, ഫിത്നകള്, ഒരുപാട് ഫിത്നകൾ അങ്ങനെ യുസ്ബിഹു റജുൽ മുഅ്മിൻ, ഒരു മുഅ്മിൻ നേരം പുലരുന്നത് മുഅ്മിനായിട്ടാണെങ്കിൽ, വയുംസി കാഫിറ, വൈകുന്നേരം അവൻ കാഫിറാവും. വയുംസി മുഅ്മിനൻ, വൈകുന്നേരം അവൻ മുഅ്മിനാണെങ്കിൽ, വയുസ്ബിഹു കാഫിറ, നേരം വെളുത്താൽ കാഫിറാവും. അങ്ങനെ ഫിത്ന വർദ്ധിക്കും എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫിത്നകൾ വർദ്ധിക്കും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കട്ടെ. അൽ ഇബാദത്തു ഫിൽ ഹറജ്, ഫിത്നകൾ അധികരിച്ച കാലഘട്ടത്തിൽ ഇബാദത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ കഹിജ്റത്തിൻ ഇലയ്യ, എന്നിലേക്ക് ഹിജ്റ ചെയ്തു വരുന്നത് പോലെയാണ് എന്ന് മഹാനായ മുത്തളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. നമ്മൾ ചിന്തിക്കണം, മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അങ്ങനത്തെ ഒരു കാലം വരും. നമ്മളെ ആ കാലഘട്ടത്തിലാണോ എന്ന് സംശയിക്കണ്ടേ. എല്ലാ ഫിത്നകളും കൂടിയ ഒരു കാലം, പെട്ടെന്ന് പഴച്ചു പോകാൻ പറ്റുന്ന കാലം, പെട്ടെന്ന് നശിച്ചു പോകുന്ന കാലം അല്ലേ? നമ്മൾ ഇവിടെ നിന്ന് പുറത്തിറങ്ങിയാൽ നമ്മൾ അറിയാതെ തന്നെ ഹറാമുകള്, തെറ്റുകുറ്റങ്ങള്, കുഫ്രിയത്തിലേക്കും പാപങ്ങളിലേക്കും എത്തുന്ന വഴികളാണ് എവിടെ നോക്കിയാലും. അതുകൊണ്ടാണ് അല്ലേ, പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ നല്ല ഈമാനോട് ഇറങ്ങി പുറത്തിറങ്ങിയപ്പോൾ അതൊക്കെ ഫസാദായി പോയി. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ജീവിക്കുന്നവർ ലിൽ ആമിലി ഫീഹിന്ന മിസ്ലു അജ്രി 50 റജുലൻ യഅമലൂന മിസ്ല അമലിക്കും. മുത്തനബി പറഞ്ഞു സഹാബത്തിനോട്, നിങ്ങളുടെ കൂട്ടത്തിൽ 50 സഹാബിമാരുടെ അമലിന്റെ കൂലിയാണ് ആ കാലക്കാർക്ക് എന്ന്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ അല്ലേ? അങ്ങനത്തെ ഒരു ഫിത്നകളെ കൊണ്ട് വഴിപഴച്ചു പോകുന്ന ഒരു കാലഘട്ടത്തില് ഇബാദത്തിൽ മുഴുകി ഇബാദത്തിൽ കഴിയുന്ന ഒരു മുഅ്മിനാണെങ്കിൽ 50 സഹാബിമാരുടെ ഇബാദത്തിന്റെ കൂലിയാണ് അവർക്ക് കിട്ടാൻ. ഒരു സഹാബിയുടെ കൂലി കിട്ടിയാൽ രക്ഷപ്പെട്ടില്ലേ? ഒരൊറ്റ സഹാബി, ആ ഒരു സഹാബിയുടെ ദറജയിലെത്തിയാൽ നമ്മളൊക്കെ അൽഹംദുലില്ലാഹ്. ഫിത്നയുടെ ഫസാദുകളും ഫിത്നകളും ഈമാൻ പഴച്ചു പോകുന്ന വഴികളും കൂടുന്ന കാലഘട്ടത്തിൽ നിങ്ങൾ ഇബാദത്തിലായി കഴിഞ്ഞാൽ 50 സഹാബിമാരുടെ പ്രതിഫലമാണ് ലഭിക്കുക എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്, ദുആയിലേക്ക് കടക്കുകയാണ്. ഖാലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖംസത്തുൻ ഗളിബല്ലാഹു അലൈഹിം, 5 വിഭാഗം ആളുകൾ അവരോട് പടച്ച റബ്ബ് ദേഷ്യപ്പെട്ടു. ഇൻഷാ അല്ലാഹു അംലാ അലൈഹിം ഗളബഹു ഫിദ് ദുനിയ, 5 കൂട്ടരെ അല്ലാഹു ദേഷ്യപ്പെട്ടവരാണ്. അവരോടുള്ള കോപം അല്ലാഹു ഉദ്ദേശിച്ചാൽ ദുനിയാവിൽ തന്നെ ആ കോപം ഇറക്കും. എങ്ങനെ 5 വിഭാഗം ആളുകൾ അല്ലാഹു അവരോട് ദേഷ്യപ്പെട്ടു. അള്ളാന്റെ ആ ദേഷ്യം അല്ലാഹു ഉദ്ദേശിച്ചാൽ ചിലപ്പോ ദുനിയാവിൽ തന്നെ ഇറക്കും. നോക്ക് അല്ലെങ്കിലോ വഇല്ലാ ഫസവാബുഹും അന്നാറ ഫിൽ ആഖിറ, അല്ലെങ്കിൽ നാളെ പരലോകത്ത് നരകത്തിൽ ആ ദേഷ്യം പടച്ച റബ്ബ് ഇറക്കും, അവനെ ശിക്ഷിക്കും. 1, അമീറു ഖൗമിൻ യഅഖുദു ഹഖ്ഖഹു മിൻ റഇയതി വലാ യൻസിഫു മിൻ നഫ്സി വലാ യദ്ഫഉൽ മളാലിമ അൻഹും. അതിൽ 1ാമത്തെ വിഭാഗം ഭരണാധികാരികളാണ്. രാജാക്കന്മാര്, ഭരണാധികാരികൾ, അവര് ജനങ്ങളുടെ ഹക്ക് പിടിച്ചു വെക്കുന്നവരാണ്. ജനങ്ങളുടെ ഹക്ക്, ജനങ്ങൾക്ക് കിട്ടേണ്ട ഹക്ക് പിടിച്ചു വെച്ച ഭരണാധികാരികളാണ്. നീതി ചെയ്യാത്തവരാണ്. വലാ യൻസിഫും, നീതി കാണിക്കാത്തവരാണ്. വലാ യദ്ഫഉൽ മളാലിമ അൻഹും, അവരെ തൊട്ട് ളുൽമുകൾ, അക്രമങ്ങൾ തടയാത്തവരാണ്. അക്രമം തടയാത്ത, നീതി ചെയ്യാത്ത, ജനങ്ങളുടെ ഹക്കുകൾ പിടിച്ചു വെക്കുന്ന ഭരണാധികൾ പടച്ച റബ്ബ് അവരോട് ദേഷ്യപ്പെട്ടിരിക്കുന്ന. ചിലപ്പോൾ ആ ദേഷ്യം അവർക്ക് ദുനിയാവിൽ തന്നെ ഇറക്കിക്കൊടുക്കും, അല്ലെങ്കിൽ ആഖിറത്തിൽ. 2ാമത്തെ വിഭാഗം വസഈമു ഖൗമിൻ യുതീഊന, ജനങ്ങളുടെ നേതാവ്, ഭരണാധികാരിയല്ല, അല്ലെ? ഭരണാധികാരി അല്ലെങ്കിലും പല രൂപത്തിലെ നേതാക്കന്മാരുണ്ടാവുമല്ലോ. ഒരു സമുദായത്തിന്റെ, ഒരു കൂട്ടരുടെ, ജനങ്ങളുടെ നേതാവാണ്. നേതാവായതുകൊണ്ട് അവരൊക്കെ ഇവൻ പറഞ്ഞാൽ അനുസരിക്കും, ഇവന് വഴിപ്പെടും. പക്ഷേ വലാ യുസവ്വി ബൈനൽ ഖവിയ്യി വദ്ദഈഫ്, ഇവന് സമത്വം കാണിക്കൂല. ഇവന് ശക്തിയുള്ളവരെ ഇവൻ ബഹുമാനിക്കും. നേതാവാണ്, ജനങ്ങളുടെ കൂട്ടത്തിൽ ശക്തിയുള്ള ആളുകളെ ബഹുമാനിക്കും, അധികാരമുള്ളവരെ ബഹുമാനിക്കും. പാവങ്ങളെ ഗൗനിക്കൂല, ലഈഫ് ദുർബലന്മാരെ പരിഗണിക്കൂല. വയതകല്ലമു ബിൽ ഹവാ, സ്വന്തം ഇഷ്ടപ്രകാരം അവൻ സംസാരിക്കും, ദേഹിച്ചുകൊണ്ട് സംസാരിക്കും. പ്രമാണിമാർക്ക് പ്രാധാന്യം കൊടുക്കും, പാവങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കൂല. അങ്ങനെ സമത്വം കാണിക്കാത്ത, രണ്ടിട്ട് കാണിക്കുന്ന, സ്വന്തം തോന്നിയതുപോലെ ദേഹിച്ചുകൊണ്ട് സംസാരിക്കുന്ന അങ്ങനെയുള്ള നേതാക്കൾ പടച്ച റബ്ബ് ദേഷ്യപ്പെട്ടവരാണ്. 3ാമത്തെ വിഭാഗം വറജുലുൻ ലാ യഅ്മുറു അഹ്ലഹു വവലദഹു ബിതഅത്തില്ലാഹ്. അതാണ് നമ്മൾ ഏറ്റവും പേടിക്കേണ്ടത്, ഭയപ്പെടേണ്ടത്. നമ്മൾ നന്നായി, നമ്മൾ നിസ്കരിക്കുന്നു, നോമ്പ് നോൽക്കുന്നു, എത്രയോ ഇബാദത്ത് തന്നെ, എപ്പോഴും പള്ളിയിൽ തന്നെ, അങ്ങനെ മുത്തഖിയായി ജീവിക്കുകയാണ്, നല്ലവനാ. പക്ഷേ അള്ളാഹു നമ്മോട് ദേഷ്യപ്പെട്ടു. നമ്മോട് ദേഷ്യപ്പെട്ടു. എന്തേ കാരണം? ലാ യഅ്മുറു അഹ്ലഹു, അവൻ അവന്റെ കുടുംബത്തോട് കൽപ്പിക്കുന്നില്ല, വവലദഹു, മക്കളോട് കൽപ്പിക്കുന്നില്ല, ബിതഅത്തില്ല, അള്ളാഹ്ക്ക് വഴിപ്പെടാൻ. മക്കളോട് നിസ്കരിക്കാൻ പറയുന്നില്ല, മക്കളോട്, ഭാര്യയോട് നിസ്കരിക്കാനും നോമ്പെടുക്കാനും ഖുർആൻ ഓതാനും പറയുന്നില്ല, കൽപ്പിക്കുന്നില്ല. നമ്മളിങ്ങനെ നന്നായി നടക്കുക, മക്കളും കുടുംബമൊക്കെ എങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് വലാ യുഅല്ലിമുഹും, അവർക്ക് അംറ ദീനിഹിം, ദീനിയായ കാര്യങ്ങൾ മക്കൾക്കും കുടുംബത്തിനും പഠിപ്പിച്ചു കൊടുത്തില്ല. വലാ ഇബാലുന മാ അഖദു മിൻ ദുനിയാഹു വമാ തറക്കു, എന്തായാലും വിരോധമല്ല. ദുനിയാവ് അവരെങ്ങനെ ഉണ്ടാക്കിയാലും, ദുനിയാവിൽ നിന്ന് അവരെന്തെടുത്താലും, അവർ ഉപേക്ഷിച്ചാലും, ദുനിയാവോ ആഖിറ, മക്കളുടെ കാര്യം, ഭാര്യയുടെ കാര്യം, കുടുംബത്തിന്റെ കാര്യം ഒന്നും ശ്രദ്ധിക്കാത്ത, സ്വന്തം ആള് നന്നായി നടക്കുക, അവരോട് കൽപ്പിക്കാത്ത, അവർക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കാത്ത, അവരോട് അംറും ബിൽ മഅറൂഫ് ഇല്ലാത്ത ആളുകൾ, അവരോട് പടച്ച റബ്ബ് കോപിച്ചു, അള്ളാഹു ദേഷ്യപ്പെട്ടു. അള്ളാഹിന്റെ ദേഷ്യം ചിലപ്പോൾ ദുനിയാവിൽ തന്നെ ഇറക്കും, അല്ലെങ്കിൽ ആഖിറത്തിൽ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. 4, വറജുലുൻ ഇസ്തഅജറ അജീറൻ, ഒരാളെ പണിക്ക് വിളിച്ചു, കൂലിക്ക് വിളിച്ചു, കൂലിപ്പണിക്കാരനെ വിളിച്ചു. എന്നിട്ട് വസ്തഅമലു, അവനെ കൊണ്ട് പണിയെടുപ്പിച്ചു. വലം യുവഫു അജ്റഹു, അവന്റെ കൂലി പൂർത്തിയാക്കി കൊടുത്തില്ല. കൂലി കൊടുത്തില്ല എന്നല്ല, എങ്ങനെ ചില ആളുകളുണ്ടല്ലോ, അല്ലെ? ചില ആളുകൾ പണിക്ക് വിളിച്ചിട്ട് ഓനെ കൊണ്ട് പകലന്തിയോളം കിടങ്ങറാക്കി പണിയെടുപ്പിച്ചിട്ട് എന്നിട്ട് അവസാനം കൂലി കൊടുക്കുമ്പോൾ ഒരു പിടുത്ത.
ഇവനക്കും അറിയാം എല്ലായിടത്തും 500 കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ 700 കിട്ടുന്നുണ്ട്. എന്നിട്ട് അവൻ കണ്ട് പറഞ്ഞ് ഇവൻ അങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കി അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞിട്ട് അതുമ്മ പിശുക്കി അത് 300 ആക്കി അല്ലെങ്കിൽ 400 ആക്കി ഇവനെ കണ്ട് അടങ്ങറാക്കുക. കൂലി പൂർത്തിയാക്കി കൊടുക്കാതിരിക്കുക. ഇത് ചോദിച്ചൊക്കെ കൊടുക്കാന്നല്ല, ഒരു നാട്ടു നടപ്പുണ്ടാവില്ല. ഓരോ നാട്ടില് കൂലിക്കൊരു നാട്ടു നടപ്പുണ്ടാവും. ഓരോ രംഗത്തുള്ള കൂലിക്കാർക്ക് കൂലിപ്പണിക്കാർക്ക് നാട്ടു നടപ്പുണ്ടാവും. ആ നാട്ടു നടപ്പ് പ്രകാരം അവർക്ക് പൂർത്തിയാക്കി കൊടുക്കണം. മഹാനായ മുത്തുനബി പറഞ്ഞു, കൂലിക്കാളെ വിളിച്ച് കൂലി പൂർത്തിയാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ അവർക്ക് അള്ളാന്റെ ശാപം, അള്ളാന്റെ കോപം ദുനിയാവ് തന്നെ കിട്ടും, അല്ലെങ്കിൽ ആഖിറത്തിൽ. 5-ാമത്തെ വിഭാഗം വറജുലുൻ ളലമ ഇംറഅതൻ, ഭാര്യയോട് മഹറിന്റെ കാര്യത്തില്, അതേപോലെ അവൾക്ക് കൊടുക്കേണ്ട ഹക്കുകളുടെ കാര്യത്തില്, മഹറിന്റെ കാര്യത്തിലും ഭാര്യക്ക് ഭർത്താവ് കൊടുക്കേണ്ട മഹറിലും ഭാര്യക്ക് ഭർത്താവ് കൊടുക്കേണ്ട ഹക്കിന്റെ കാര്യത്തിലും ഭാര്യയോട് ളുൽമ കാണിച്ച, അക്രമം കാണിച്ച ഭർത്താവ്, ഈ 5 വിഭാഗം ആളുകൾ പടച്ച റബ്ബ് അങ്ങേയറ്റം കോപിച്ചവരാണ്. ആ ദേഷ്യം കോപം ദുനിയാവ് തന്നെ കിട്ടും, അല്ലെങ്കിൽ ആഖിറത്തിൽ. രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, ഞാനിത് പറയുന്നത് നമ്മൾ നല്ല വഴിയിൽ ജീവിക്കുമ്പോ, വഴികേടുകളുടെ തെറ്റുകുറ്റങ്ങളുടെ 100,000 വഴികൾ ഉള്ള ഒരു ലോകത്ത് നമ്മൾ നല്ല വഴിക്ക് ജീവിക്കുമ്പോ അള്ളാഹു നമ്മോട് പ്രധാനമായി കൽപ്പിച്ചു, നമ്മൾ മാത്രം നല്ല വഴിക്കായാൽ പോരാ, നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, അവരെ നമ്മുടെ നേരായ വഴിക്ക് നയിക്കാൻ നമുക്ക് കഴിയണം. ഖുർആൻ പറഞ്ഞു, വഅ്മുർ അഹ്ലക ബിസ്സലാത്ത്, വഅ്മുർ അഹ്ലക ബിസ്സലാത്ത്, നിന്റെ കുടുംബത്തെ നിസ്കരിക്കാൻ കൽപ്പിക്കണം. നോക്ക്, നിന്റെ കുടുംബത്തോട് നീ നിസ്കരിക്കാൻ കൽപ്പിക്കണം. ഖുർആൻ ഇത് അള്ളാന്റെ കൽപ്പനയാണ്. വഅ്മുർ അഹ്ലക ബിസ്സലാത്ത്, നിന്റെ ഭാര്യയോട്, മക്കളോട്, കുടുംബത്തോട്, നിന്റെ ആശ്രിതരോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. മഹാന്മാരായ ഉലമാ, പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു, അന്നഹു യജിബു അല സൗജി അൻ യഉമുറ അഹ്ലഹു വ സൗജതഹു ഔലാദഹു ബിസ്സലാത്ത്. ഇത് നിർബന്ധ, കാരണം അള്ളാന്റെ കൽപ്പനയാണ്. അള്ളാന്റെ കൽപ്പനയാണ്, അതുകൊണ്ട് നിർബന്ധാണ്. ഭർത്താവിന് നിർബന്ധമാണ് ഭാര്യക്കും മക്കൾക്കും നിസ്കാരം കൊണ്ട് കൽപ്പിക്കൽ. ഖുർആൻ പറഞ്ഞു, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളെ മാത്രം നരകത്തുനിന്ന് സൂക്ഷിച്ചാൽ പോരാ, നിങ്ങളുടെ കുടുംബത്തെ നരകത്തുനിന്ന് സൂക്ഷിക്കണം. മഹാന്മാരായ പണ്ഡിതന്മാർ, ഖാല ബഅ്ദുൽ ഉലമാ, പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്, ലൗ കാന ഇൻദൽ ഇൻസാനി അഹ്ലുൻ ലാ യുസല്ലൂന, ഒരാള്, ഓന്റെ ഭാര്യ, ഓന്റെ കുടുംബം, ഓന്റെ മക്കൾ നിസ്കരിക്കാത്തവരാ, അവരോടൊപ്പം ജീവിക്കുന്നത്. നിസ്കരിക്കാത്ത ഭാര്യയും മക്കളും കുടുംബത്തോടൊപ്പമാണ് ജീവിക്കുന്നത്. ഇവനാണെങ്കിലോ നിസ്കരിക്കും, പക്ഷേ വഹുവലാ യഉമുറുഹും ബിസ്സലാ, ഭാര്യയോടോ മക്കളോടോ നിസ്കരിക്കാൻ കൽപ്പിക്കൂല. അങ്ങനെയാണെങ്കിൽ ഹുശ്റ യൗമൽ ഖിയാമ, ഹുശ്റ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവൻ ഒരുമിച്ച് കൂട്ടപ്പെടുക. നിസ്കാരം പാഴാക്കിയവരുടെ കൂട്ടത്തിലാണ്. എവിടെ? ഖുർആൻ പറഞ്ഞല്ലോ, അളാഉസ്സലാ വത്തബഉ ശഹവാത്ത്, നിസ്കാരം പാഴാക്കി ദേഹേച്ഛകളിൽ അതിനെ പിൻപറ്റി ജീവിച്ചവർ അവര് നരകത്തിലെ ഗയ്യ് എന്ന് പറയുന്ന ഏറ്റവും കുണ്ടുള്ള, ഏറ്റവും ശക്തമായ ചൂടുള്ള ആ നരകക്കുണ്ടിലേക്ക് അവരെ വലിച്ചെറിയപ്പെടും. ആ ഗയ്യ് എന്ന് പറയുന്ന നരകത്തിലേക്ക് കൊണ്ടുപോകപ്പെടുന്ന നിസ്കാരം പാഴാക്കിയ ഒരു സംഘം, ഒരു കൂട്ടരുണ്ടാവും മഹ്ശറയില്. ആ കൂട്ടത്തിൽ ഇവനും കൊണ്ടുപോയി നിർത്തും. അവരെ ഗയ്യ് എന്ന നരകത്തിലേക്ക് കൊണ്ടുപോയി തള്ളുമ്പോ അവനെയും കൊണ്ടുപോയി തള്ളും. എന്തേ? ഇവൻ നിസ്കരിച്ചില്ല, നിസ്കരിച്ചു, ഖളാക്കിയോ ഇല്ല, ജമാഅത്തായി പള്ളിയിൽ വന്ന് റാഹത്തായി നിസ്കാരമൊക്കെ നടത്തിയതാ, പക്ഷേ നിസ്കാരം പാഴാക്കി അവരുടെ സംഘത്തിൽ നാളെ മഹ്ശറയിൽ അവനെ ഒരുമിച്ച് കൂട്ടി ആ നരകക്കുണ്ടിലേക്ക്, ഗയ്യ് എന്ന കുണ്ടിലേക്ക് തള്ളപ്പെടുന്ന വിഭാഗത്തിൽ ഇവനെയും ഉൾപ്പെടുത്തും. കാരണം എന്തേ? ഇവൻ നിസ്കാരം പാഴാക്കി എന്ന് പറഞ്ഞാൽ ഇവന്റെ നിസ്കാരം പാഴാക്കിയതല്ല, ഇവന്റെ ഭാര്യയോടോ മക്കളോടോ ഇവൻ കൽപ്പിച്ചില്ല. കൽപ്പിച്ചിട്ട് നിസ്കരിക്കണില്ലെങ്കിൽ നമ്മൾ തെറ്റുകാരല്ല. എങ്ങനെ? നമ്മൾ പറയണം, നിർബന്ധിക്കണം. 7 വയസ്സായ കുട്ടിയോട് തന്നെ കൽപ്പിക്കണം എന്നാ, 10 വയസ്സായ കുട്ടിയാണെങ്കിൽ അതിന്റെ പേരിൽ ശിക്ഷിക്കണം എന്നാ, അല്ലേ? മക്കളോട് നിസ്കരിക്കാൻ പറയേണ്ട സമയത്ത് പറയണം, ഉപദേശിക്കേണ്ട സമയത്ത് ഉപദേശിക്കണം, കൽപ്പിക്കേണ്ടടുത്ത് കൽപ്പിക്കണം, ശിക്ഷിക്കേണ്ടടുത്ത് ശിക്ഷിക്കണം. നമ്മുടെ ഉത്തരവാദിത്തം നമ്മുടെ ഭാര്യ മക്കളോട് നിസ്കാരത്തിന്റെ കാര്യത്തിൽ നിർവഹിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ അതിന്റെ പേരിൽ കുറ്റക്കാരാകും. രാജാതിരാജനായ